സ്വന്തമായി വേണമെങ്കിൽ ഒഴുകുന്ന പുഴയും ഒന്നിനും കഴിയാത്ത പുഴയുടെ തീരവും കണ്ടൽ കാടുകളും വാങ്ങാം. അത് അവനവന്റെ കീശയിലെ സ്വന്തം പണം കൊണ്ടാവണം. അല്ലാതെ പാവപ്പെട്ടവൻ ചോര നീരാക്കി ഉണ്ടാക്കി സർക്കാരിലേക്ക് അടക്കുന്ന നികുതി പണം കൊണ്ടാകരുത്. തൊഴിലാളി വർഗത്തിന്റെ പേര് പറഞ്ഞ് എന്നും ജനങ്ങളെ വഞ്ചിക്കുന്ന ഇടതുപക്ഷം ഇപ്പോൾ ഭൂമാഫിയയുടെ ഏറ്റവും വലിയ ലോബിയായി മാറിയിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മലയാളം സർവകലാശാലയ്ക്ക് വെട്ടം വില്ലേജിൽ മാങ്ങാട്ടരി പാലത്തിന് സമീപം വാങ്ങിയ ഭൂമി. ക്യാമ്പസ് നിർമ്മിക്കുവാൻ വാങ്ങിയ ഈ സ്ഥലത്ത് ക്യാമ്പസിന് കെട്ടിടം ഉണ്ടാക്കുവാൻ പോയിട്ട് ഒരു കല്ല് പോലും ഇവിടെ ഇടുവാൻ കഴിയില്ല എന്നുള്ളത് ഈ സ്ഥലം സന്ദർശിച്ച ആർക്കും ബോധ്യമാകുന്ന വസ്തുതയാണ്. എന്നിട്ടും കാലങ്ങളായി ഉപയോഗശൂന്യമായി കിടക്കുന്ന ഈ ഭൂമി പാവപ്പെട്ടവന്റെ നികുതി പണം ഉപയോഗിച്ച് വാങ്ങുവാൻ ഇടതുപക്ഷം കാണിച്ച ഈ പ്രവൃത്തിയെ തൊലിക്കട്ടി എന്നല്ല, അപാര തൊലിക്കട്ടി എന്ന് വേണം വിളിക്കാൻ. ഇത് ആർക്കു വേണ്ടി എന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന പരസ്യമായ രഹസ്യമാണ്. ഇതിനെതിരെ ശബ്ദിക്കേണ്ട പ്രതിപക്ഷം പോലും മൗനം പാലിക്കുന്നതിൻ്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ എന്ത് എന്ന് മനസ്സിലാകുന്നില്ല. അതോ ഈ റിയൽ എസ്റ്റേറ്റ് ഇടപാടിൽ പ്രതിപക്ഷത്തിരിക്കുന്നവർക്കും പങ്കുണ്ടോ? ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ വിധിയെ പോലും ഞങ്ങൾക്ക് ബാധകമല്ല എന്നുള്ള രൂപത്തിലാണ് സർക്കാരിന്റെ ഈ തിട്ടൂരം. ഈ ഭൂമി വാങ്ങിയത് എന്തിനാണ്? സർവകലാശാലയ്ക്ക് ക്യാമ്പസ് നിർമ്മിക്കുവാൻ ആണെങ്കിൽ പിന്നെ എന്തിനാണ് നിലവിൽ ക്യാമ്പസ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നിടത്ത് വീണ്ടും പണം മുടക്കി മറ്റൊരു കെട്ടിടം നിർമ്മിച്ചത്? ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തം: കോടികൾ മുടക്കി ഏറ്റെടുത്ത ഭൂമിയിൽ നിർമ്മാണ പ്രവൃത്തി നടക്കുവാൻ കഴിയില്ല എന്നുള്ളത് തന്നെ. അങ്ങനെയെങ്കിൽ പാവപ്പെട്ടവന്റെ നികുതി കൊണ്ടുവാങ്ങിയ ഈ ഭൂമി ഇനി എന്തു ചെയ്യും? ഇതിന് ആര് മറുപടി പറയും? ക്യാമ്പസ് കെട്ടിടം പോയിട്ട് ഒരു അംഗനവാടി പോലും നിർമ്മിക്കാൻ കഴിയാത്ത ഈ ഭൂമിയുടെ 18 കോടി രൂപ തിരിച്ചു പിടിക്കുവാനുള്ള വല്ല നടപടിയും സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടോ? സ്വീകരിക്കേണ്ടതല്ലേ? ഇനി ഇത് ഒന്നുമല്ല, ആരെന്തു പറഞ്ഞാലും ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമേ അല്ല എന്നുള്ള അഹങ്കാരത്തിന്റെ മറ്റൊരു രൂപമാണ് ഇത് എങ്കിൽ ഇന്ന് അല്ലെങ്കിൽ നാളുകളിൽ ഇത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. മലയാളം സർവകലാശാല ഏറ്റെടുത്ത ഈ ഭൂമിയിലേക്ക് കയറുന്നത് ശിക്ഷാർഹമാണ് എന്ന ഒരു ബോർഡും അവിടെ കാണുന്നുണ്ട്. എന്നാൽ അതിക്രമിച്ച് കടക്കാതിരിക്കുവാൻ 18 കോടി രൂപ മുടക്കിയ ഈ ഭൂമിയിൽ എന്ത് സുരക്ഷയാണ് സർക്കാർ ഒരുക്കിയിട്ടുള്ളത്? ഒരു ചുറ്റുമതിൽ പോയിട്ട് ഒരു മുള്ളുവേലി പോലും ഇവിടെ ഇല്ല. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്ന കേരളത്തിലെ മലയാളിയുടെ അഭിമാനമായ മലയാളം സർവകലാശാല ഭാഷാപിതാവിന്റെ മണ്ണിൽ തന്നെ വന്നപ്പോൾ അഭിമാനം കൊണ്ട തിരൂർ ജനത ഇപ്പോൾ തല താഴ്ത്തി നിൽക്കേണ്ട അവസ്ഥയിലാണോ? ഇതിന്റെ പേരിൽ ഏറ്റെടുത്ത ഭൂമി തട്ടിപ്പ് തന്നെ കാരണം.